ചേമ്പിലയിലെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന പദാർത്ഥം ഏത്? വാർണിഷ്, എൻഡോസ്, ഫേസിൽ, ഈസ്റ്ററുകൾ. ചേമ്പിലയിലെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന പദാർത്ഥമാണ് വാർണിഷ്. കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തു ഏത്? പ്രോവിറ്റമിൻ, കരോട്ടിൻ, കഫീൻ, തേയിൻ. കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തുവാണ് കഫീൻ. മുറിവുണക്കാൻ പറ്റിയ ഔഷധച്ചെടി ഏത്? തിപ്പല്ലി, പുളിയാറില, തുളസി, ആര്യവേപ്പ്. മുറിവുണക്കാൻ പറ്റിയ ഔഷധച്ചെടിയാണ് ആര്യവേപ്പ്. മലബന്ധം കുറയ്ക്കാൻ കഴിക്കേണ്ടുന്ന പഴം ഏത്? അത്തിപ്പഴം, ചിക്കു, മാതളം, ആത്തപ്പഴം. അത്തിപ്പഴമാണ് ശരിയായ ഉത്തരം. ക്ഷുദ്രപ്രാണികളുടെ ശല്യം ഉണ്ടാവാതിരിക്കുന്നതിനു വേണ്ടിയുള്ള ഉത്തമമായ വസ്തു ഏത്? കച്ചോലം, മഞ്ഞൾ, വയമ്പ്, കറുവ. വയമ്പാണ് ഉത്തമമായ വസ്തു. ജനിതകപരമായി നോക്കുമ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും അടുത്ത ബന്ധു ഏത് ജീവിയാണ്? ചിമ്പൻസി, നായ, ഗരുഡൻ, ആന. ചിമ്പൻസിയാണ് ശരിയായ ഉത്തരം. ഭൂമിയിലെ ജീവമണ്ഡലത്തെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാന ഊർജ്ജ സ്രോതസ്സ് ഏത്? വായു, ജലം, സൂര്യപ്രകാശം, മണ്ണ്. സൂര്യപ്രകാശമാണ് ശരിയായ ഉത്തരം. പറക്കും കുറുക്കൻ എന്നറിയപ്പെടുന്ന ജീവി ഏത്? മൂങ്ങ, വവ്വാൽ, കടൽക്കുതിര, തേനീച്ച. പറക്കും കുറുക്കൻ എന്നറിയപ്പെടുന്ന ജീവിയാണ് വവ്വാൽ. ഏതു മൃഗത്തിൻ്റെ കൊമ്പിനാണ് ഔഷധമൂല്യമുള്ളത്? ജിറാഫ്, ആന, കലമാൻ, കാണ്ടാമൃഗം. കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പിനാണ്. പാമ്പുകൾക്ക് എത്ര കശേരുക്കളുണ്ട്? 100 എണ്ണം, 200 എണ്ണം, 300 എണ്ണം, 400 എണ്ണം. പാമ്പുകൾക്ക് 400 കശേരുക്കളുണ്ട്.